പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നലെ നമ്മൾ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനെ കുറിച്ച് കാണുകയുണ്ടായി. പ്രത്യേകിച്ചും പാഷണ്ഡതയുടെ കാലഘട്ടത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഷണ്ഡതയെ നേരിടാനും ഈശോയിലുള്ള വിശ്വാസം ഏറ്റുപറയാനും പരിശുദ്ധ അമ്മ നമ്മോട് അതുവഴി ആവശ്യപ്പെട്ടു. ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയിലെ ചരിത്രത്തിലെ തന്നെ ഒരു ഇടപെടലിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. 1917 പോർച്ചുഗലിലെ ഫാത്തിമ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, അതായത് കോവ ഡി ഈരിയ എന്ന് പറയുന്ന മലമ്പ്രദേശം, അവിടെ ആടുകളെ മേയിച്ചിരുന്ന 3 കുട്ടികള്, ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്ന് പറഞ്ഞ 3 കുട്ടികള്, അവർ ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം മാതാവ് ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ആദ്യമായിട്ട് 1917 മെയ് മാസം 13-ാം തീയതിയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. നമുക്കറിയാം, ഈ 1917 കാലഘട്ടം എന്ന് പറയുന്നത് 1-ാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ ദർശനങ്ങൾ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടലൊക്കെ നമ്മൾ നോക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ട് കാണാൻ പറ്റും. ഒന്നാമതായിട്ട് വിശ്വാസം ക്ഷയിക്കുന്നിടത്ത്, 2 അനീതി നടമാടുന്നിടത്ത്, 3-ാമതായിട്ട് അധാർമികത കൊടികുത്തി വാടുന്നിടത്ത്. ഇങ്ങനെ ഒരു സാഹചര്യം അന്ന് ലോകത്തിൽ നമുക്കറിയാം. യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങള്, സമാധാനമില്ലാത്ത അവസ്ഥകള്, രക്തച്ചൊരിച്ചില്, ഇതെല്ലാം ആ കുടികൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ഈ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, മക്കളെ, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നോ? ലോകത്തില് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നതിനു വേണ്ടിയിട്ടും. അതിനായിട്ട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ട പ്രാർത്ഥന എന്ന് പറയുന്നത് ജപമാല പ്രാർത്ഥനയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. രണ്ടാമതായിട്ട് മാതാവ് പറഞ്ഞത്, നിങ്ങൾ അനുതപിക്കുക, നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം. 3-ാമതായിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞത്, നിങ്ങൾ പരിഹാരത്തിന്റെ ജീവിതം ചെയ്യുക. ഈ 3 കാര്യങ്ങൾ, 1 പ്രാർത്ഥിക്കുക, 2 പശ്ചാത്തപിക്കുക, 3 പരിഹാരം ചെയ്യുക. ഇങ്ങനെ ഈ ജപമാലയാകുന്ന ശക്തമായ പ്രാർത്ഥന ലോക സമാധാനത്തിനു വേണ്ടി നിങ്ങൾ എന്നും ചൊല്ലണമെന്ന് പരിശുദ്ധ അമ്മ ആ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെട്ടു. നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, 1917 മെയ് മാസം 13-ാം തീയതി മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് 6 മാസത്തോളം ഈ ഇതേ ദിവസം തന്നെ, മെയ് മാസം 13, അതുപോലെ ജൂൺ മാസം 13 തുടങ്ങി ഒക്ടോബർ മാസം 13-ാം തീയതി വരെ തുടർച്ചയായിട്ട് മാതാവ് ഈ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതിൻ്റെയും ലോക സമാധാനത്തിനു വേണ്ടിയും യുദ്ധം കൊടുമ്പിടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആ യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാൻ ഈ മക്കളോട് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. ഒക്ടോബർ മാസത്തില് 13-ാം തീയതി ഏകദേശം 70,000-ഓളം ജനങ്ങള്, വിശ്വാസികളും അല്ലാത്തവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. കാരണം പരിശുദ്ധ അമ്മ മുൻകൂട്ടി പറഞ്ഞതനുസരിച്ച് ഈ മക്കൾ അറിയിച്ചു, അമ്മ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്നു ചേർന്ന് ആ വലിയ മനോഹരമായ കാഴ്ച കാണാനായിട്ട് നിൽക്കുമ്പോൾ സൂര്യനിൽ ഒരു വലിയൊരു അത്ഭുതം നടക്കുകയാണ്. സൂര്യൻ ഇപ്രകാരം നൃത്തം ചെയ്യുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റി. വിവിധങ്ങളായ നിറങ്ങളില് സൂര്യൻ ഇങ്ങനെ പ്രകാശിക്കുകയും അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്ന മനോഹരമായ കാഴ്ച. അതിലൂടെ പരിശുദ്ധ അമ്മയുടെ ദർശനം, അമ്മയുടെ പ്രത്യക്ഷപ്പെടല് അത് സ്ഥിരീകരിക്കുകയും അതിലൂടെ ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുകയും അതിന്റെ പരിണിത ഫലമായിട്ട് യുദ്ധം അവസാനിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ തന്റെ പുത്രന്റെലേക്കുള്ള വഴിയാകാൻ അവൾ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഭരമേൽപ്പിച്ച വലിയ ദൗത്യം ലോകത്തിലെ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാൻ, അവരുടെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, അവരുടെ ജീവിതത്തില് ധാർമ്മികമായ മേഖലയില് കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, അതുപോലെ ദൈവത്തിന്റെ ഛായ നഷ്ടപ്പെടുത്തുന്ന അധാർമികതയിലേക്ക്, അതുപോലെ ലൗകികതയിലേക്ക് മനുഷ്യർ പോകുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങൾ പുത്രനിലേക്ക് തിരികെ വരാനായി
അവിടുത്തെ രക്ഷാകര രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കണം. അങ്ങനെ ഈ ജപമാലയാകുന്ന പ്രാർത്ഥന പിന്നീട് സിസ്റ്റർ ലൂസി പറയുന്നുണ്ട്, ഈ ലോകത്തില് ആത്മീയ തലത്തിലോ ഭൗതിക തലത്തിലോ വ്യക്തിപരമായ മേഖലയിലോ അതല്ലെങ്കിൽ ആഗോള തലത്തിലോ തീരാത്ത ഒരു പ്രശ്നങ്ങളുമില്ല. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൽ അതെല്ലാം അവസാനിക്കുമെന്ന് ലൂസി ഇപ്രകാരം എഴുതുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിലേക്ക് തിരികെ വരാനായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ ആഴപ്പെടാനും അതുപോലെ തന്നെ അനുതാപത്തിലൂടെ പരിഹാരത്തിലൂടെ ദൈവത്തിന്റെ ആ ഒരു ആധിപത്യം നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഈ ഫാത്തിമയിലെ ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ അവിടുത്തെ മക്കളായി നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം ഒരുപാട് അസ്വസ്ഥതയിലാണ്. യുദ്ധത്തിന്റെ കൊടുമ്പിടികള്, കുടുംബങ്ങള് പരസ്പരം മുറിയപ്പെട്ട കുടുംബങ്ങള്, അതുപോലെ യുവജനങ്ങളുടെ ജീവിതത്തില് എല്ലാ മേഖലകളിലും സമാധാനമില്ലാത്ത അവസ്ഥ നമ്മൾ കാണുമ്പോൾ ഈ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നമ്മോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ ജപമാലയാകുന്ന ശക്തമായ ആയുധം കരങ്ങളിൽ എടുക്കുക, നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഹാരത്തിന്റെ ജീവിതം നയിക്കാൻ അനുതാപത്തിലൂടെ പരിഹാരം ചെയ്തുകൊണ്ട് ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ഭരണം നടത്താൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവിനെന്ന് പരിശുദ്ധ അമ്മ 1917 ഫാത്തിമയിൽ ആവശ്യപ്പെട്ട അതേ കാര്യം ഇന്നും നമ്മോട് ആവശ്യപ്പെടുകയാണ്. വളരെയേറെ അസമാധാനവും അസ്വസ്ഥതകളും അതുപോലെ തന്നെ കുടുംബങ്ങള്, തകർന്നുപോയ കുടുംബങ്ങള്, വിശ്വാസം നഷ്ടപ്പെട്ട ഒരുപാട് ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ ഒക്ടോബർ മാസത്തില് അതിന്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മയോട് ചേർന്നിരുന്നുകൊണ്ട്. ഈ ലോകത്തിൽ ഈ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായ ഒരു കാര്യവുമില്ല. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക, അവനോട് ചേർന്ന് നിൽക്കുക, അവന്റെ രക്ഷാകര ആ രഹസ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിലുള്ള സമാധാനം ദൈവമായ കർത്താവ് കൊണ്ടുവരും. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.